എല്ലാ തവണയും നമ്മൾ കാട ഫ്രൈ ചെയ്തിട്ട് മാത്രമല്ല എടുക്കല്, ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി സാധനം. പിന്നെ ടേസ്റ്റിലാണെങ്കിൽ ഒരു കുറവുമില്ല. പിന്നെ ബാഹുബലി പറയുന്ന പോലെ ഇന്റെ ഡിഷ് സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടുന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. പക്ഷേ ഒരു വട്ടങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു വട്ടം കാട വാങ്ങിയിട്ട് ഈ സാധനം ഉണ്ടാക്കും. അത്രയും ഉറപ്പ് ഞാൻ തരണം. അത്ര അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ ചെക്കൻ ഇത് എവിടുന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഈ ഡിഷ് ഉണ്ടാക്കാനും പിന്നെ അതിന്റെ വീഡിയോ ഉണ്ടാക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഇതിലൊക്കെ നേരുന്നില്ലേ. പക്ഷെ മക്കളെ ഞങ്ങളോട് പറയാണ്, വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടുള്ള കാര്യമല്ല. നമ്മളിതിൽ ആദ്യം ചേർക്കണം നല്ല കട്ട തൈരാണ്, പിന്നെ ചിക്കൻ മസാല, ചില്ലി പൗഡർ, ഗരം മസാല, അല്ലെങ്കിൽ പിന്നെ മലയാളത്തിൽ പറയാലേ, പിന്നെ മഞ്ഞപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ്, അതിൻ്റെ കൂടെ 5-6 അല്ലി കരിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. പിന്നെ അതിൽ നമുക്ക് സോയ സോസും ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കണം കേട്ടോ. ആ കാടയ്ക്ക് ഉണ്ടല്ലോ മസാല കണ്ടാൽ തന്നെ അത് അതിൻ്റെ മേത്ത് തേച്ച് പിടിപ്പിക്കാൻ തോന്നുന്ന വിധത്തിൽ നമ്മളത് ഇളക്കി മറിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു 2 മണിക്കൂർ അതിനെ സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കാൻ വിടുക. അപ്പോഴേക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാം. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ചൂടാക്കിയതിനു ശേഷം നമുക്ക് ആ കാടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്താ ചൊറുക്കിലേക്ക് കാണാം. ഈ ഇന്ത്യ ഡിഷേ ഷെഫ് വില്ലിയന്റെ മറ്റേ ഫിഷ് നിർമ്മാണമൊക്കെ പോലെ വല്ല റയർ ഐറ്റായി മാറി എന്താ ചെയ്യാലേ. സംഭവം റയർ ആയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ എയർ കയറ്റായിരുന്നാൽ മതി. കാടേന്റെ ഒരു സൈഡ് വെന്തതിനു ശേഷം അത് മറച്ചിട്ടെടുത്തിട്ട് അതിന്റെ മറ്റേ സൈഡ് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം ഇനി അടുത്ത വീഡിയോ എങ്ങനെ കൊണ്ടുവരണം, ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നിങ്ങൾ കമന്റ് കൂടെ അറിയിക്കട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാരോടേക്ക് ഒരു റിക്വസ്റ്റ് കേട്ടോ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അത് കമന്റ് കൂടെ പറഞ്ഞോളി. അപ്പം മാത്രമേ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി അത് കാണാനും അവർക്കും കൂടി അത് കമന്റ് ഇടാനും തോന്നുള്ളൂ. പിന്നെ അടുത്തത് എന്ത് ഡിഷാണ് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങൾ കമന്റ് കൂടെ പറയട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വാടി വന്നതിന് ശേഷം അതിൽ ഉള്ളിട്ടൊടുത്ത് നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കുക. എന്നിട്ട് അതിൽ ആ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി വാടി വരുന്ന സമയത്ത് നമുക്ക് അതിൽ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ സോയ സോസും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പരിപാടി അവിടെ റെഡിയായി. അതിലേക്ക് നമ്മൾ നേരത്തെ കാട ഫ്രൈ ചെയ്യാൻ വെച്ച് വരുന്ന മസാലയും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മറിക്കുക കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ബാക്കി പരിപാടികൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തല്ലോ അടി പിടിച്ചാകെ കരിഞ്ഞു പോകും. ഏറ്റവും അവസാനം മാത്രമേ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ക്യാപ്സിക്കം ആകെ ഉടഞ്ഞ് കലങ്ങും. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാട ചേർത്ത് കൊടുക്കാം. ഈ കാട ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ സാധനം ഇവിടെ സെറ്റായിട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യമുണ്ട്, ഞാൻ കൂടുതലായിട്ട് ടോ എന്ന് പറയുന്നത് സംസാരിക്കേണ്ടതെന്ന്. അത് നമ്മൾ ഇനി കുറയ്ക്കാൻ പോവാണ്. നമ്മളെ വീഡിയോയിലെ പോസിറ്റീവും നെഗറ്റീവും കമന്റ് കൂടെ അറിയിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും അടിപൊളിയാക്കാനും പറ്റുള്ളൂ. പിന്നെ ഓരോ വീഡിയോ കഴിയുമ്പോഴും അടുത്ത വീഡിയോ നമ്മൾ കൂടുതൽ അടിപൊളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോയിലുള്ള ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ കടായിക്ക് ഏറ്റവും അടിപൊളി പോകുമ്പോൾ നെയ്ച്ചോറായതുകൊണ്ട് നമ്മളിവിടെ നെയ്ച്ചോറാണ് എടുക്കുന്നത്. പിന്നെ ഈ ഐറ്റം എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയാം. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി പറയാനായിട്ട് നമ്മൾ പറഞ്ഞത് അഭിപ്രായം പറയാനാണ്. എന്തായാലും ഈ ഐറ്റം ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇക്കും കൂടി നോക്കണമല്ലോ ഇക്കും മാത്രമേ ഈ ഐറ്റം എത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന്. ഞാൻ ചിക്കൻ കടായി കഴിച്ചതിനെക്കാട്ടി എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടത് ഈ സാധനമാണ് കേട്ടോ. ഫിറോസ് ഖാന്റെ മറ്റേ ചെക്കൻ പറയണ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. സാധനം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ടേസ്റ്റ് ചെയ്യണ്ടേ. അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല.